10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് സ്വന്തം സഹപാഠിയെ കൊന്നത്. അന്നുള്ള കുട്ടികളുടെ ആക്സസ് ആണോ ഇന്നത്തെ കുട്ടികൾക്കുള്ളത്? അന്നത്തെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ആണോ ഇന്നത്തെ കുട്ടികൾക്കുള്ളത്? ചില അധ്യാപകർ എന്നെ സ്വയം നോക്കിയായിട്ട് ഞാൻ എന്തിനാ എനിക്ക് സാലറി എന്തായാലും കൊണ്ട് ഞാൻ വെറുതെ അങ്ങനെയുള്ള അധ്യാപകരാണ് കുട്ടികൾക്ക് ഇഷ്ടം. മൂവീസിലൂടെ അവർ കാണുന്നത്, റീൽസിലൂടെ കാണുന്നത്, മൊബൈൽ ഫോണിലൂടെ കാണുന്നത്, ഫ്രീ ഫയർ പോലത്തെ വേറെ ആൾക്കാരെ ഇങ്ങനെ കൊന്ന് വൺ ആഫ്റ്റർ ദി അതർ 5-6 ആൾക്കാരെ വെട്ടിയിട്ടിട്ട് വിജയിക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് കുട്ടികൾക്ക്. ഈ സ്വാതന്ത്ര്യം കൂടിയപ്പോൾ ഭയം വേണ്ട, എന്തും ചോദിക്കാം, എന്തും പറയാം. ഒരു കുട്ടി ഇങ്ങനെ ക്രിമിനൽ സ്വഭാവത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി അതിനാ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ആ കുട്ടീനെ തലോടി വിട്ടിട്ടല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞത് പാരന്റിങ്ങിന്റെ റോളിനെ കുറിച്ചാണ് അല്ലേ. ആൻഡ് ദെൻ പാരന്റ്സിന് മാത്രമല്ല റോൾ ഉള്ളത്. നമ്മുടെ കുട്ടികൾ വീട്ടിൽ മാത്രമല്ലല്ലോ വളരുന്നത്, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ട്, സൊസൈറ്റിയിൽ പോകുന്നുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്, മീറ്റുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്നാൽ സ്കൂൾ സിസ്റ്റം, അവിടെ അധ്യാപകർ, ഇവിടെയുള്ള കാര്യങ്ങൾ, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് അധ്യാപകർക്ക് നല്ല റോൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അധ്യാപകരുടെ റോൾ കുറഞ്ഞോ അല്ലെങ്കിൽ റോൾ കുറച്ചോ അധ്യാപകർ എന്താ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പലപ്പോഴും നിങ്ങളിപ്പോൾ ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്ത ആളാണ് അല്ലെ, ഗവൺമെന്റിൽ അധ്യാപകനായിട്ട് ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് വർക്ക് ചെയ്തതാണ്. സോ യു വിൽ ബി ഹാവിംഗ് സോ മെനി എക്സ്പീരിയൻസസ് ലൈക്ക് ദിസ്. പൊതുവെ നമ്മൾ പറയുന്നത് അധ്യാപകർക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ പേടി. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ തന്നെ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ ഒരു കുട്ടി, ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംശയാസ്പദമായ രീതിയിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുത്താൻ പേടിയാണ് എന്നുള്ളത്. കാരണം കേസ് കൊടുക്കുമോ, പോക്സോ വരുമോ, അങ്ങനെയുള്ള ഇതൊരു റിയാലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഗവൺമെൻറ് സ്കൂൾസിലോ എയ്ഡഡ് സ്കൂൾസ്, വാട്ടെവർ സ്കൂൾസ്, ഏത് സ്കൂൾസിലാണെങ്കിലും അധ്യാപകർക്ക് ഇപ്പോൾ കുട്ടികളെ തിരുത്താൻ പേടിയാണോ? ശരിക്കും സത്യത്തിൽ പേടിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകൻ്റെ പേരിൽ പോക്സോ കേസ് വരുന്നു, അധ്യാപകനെതിരെ കള്ളക്കേസുകൾ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അധ്യാപകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് സപ്പോർട്ടില്ല, ടീച്ചേഴ്സ്, മറ്റു പ്രവർത്തകർ സപ്പോർട്ടില്ല, നാട്ടുകാർ സപ്പോർട്ടില്ല. എല്ലാവരും അധ്യാപകർക്കും സ്കൂളിനും എതിരാണ്. മാത്രമല്ല കുട്ടികൾക്ക് അനുകൂലമായിട്ട് മാത്രമേ വിധി വരുന്നുള്ളൂ, അല്ലെങ്കിൽ നീതി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ മനസ്സല്ലേ എന്ന് പറഞ്ഞ് കുട്ടിയെ പിന്നീട് മാറ്റുന്നുണ്ട്. പക്ഷെ അധ്യാപകർ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആൻഡ് ദെൻ പുതിയ കാലഘട്ടങ്ങളിൽ അധ്യാപകരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കുട്ടികൾ വളർന്നിട്ടുണ്ട്. അധ്യാപകരുടെ കാര്യങ്ങളൊക്കെ സംശയാസ്പദമായി കാണുന്ന രൂപത്തിലൊക്കെ മാറിയിട്ടുണ്ട്. ഒപ്പം അധ്യാപകർ ഇടപെടുമ്പോൾ പാരൻസ് പോലും ചോദിക്കുകയാണ്, എന്തിനാണ് എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നതെന്ന്. എനിക്കൊരു അനുഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് ഒരു കുട്ടി സ്കൂളിലേക്ക് വന്നു. മൊബൈൽ ഫോൺ നമ്മൾ പിടിച്ചു വെച്ചു, ഒരു സെൻഡ് ഓഫിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ ആ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കുട്ടിയോട്. അപ്പോൾ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം, ഇത് എൻ്റെ ഫോണാണ്, ഇത് എൻ്റെ പേഴ്സണാണ്, എൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എന്തിനത് തുറന്നിടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി പാരൻറ്റിനെ വിളിച്ചു. പാരൻറ്റിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ മൊബൈൽ ഫോൺ വിളിച്ചിട്ട് ഞാനത് ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ മോൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചു. അപ്പോൾ ആ പാരൻ്റ് എന്നോട് ചോദിക്കുകയാണ്, ശരിക്കും അത് മോൻ്റെ ഫോണല്ലേ, അത് മോൻ്റെ പ്രൈവസി അല്ലേ, അതെന്തിനാണ് നിങ്ങൾ തുറക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മോൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് പ്രൈവസി ആണ് അതിന് മാത്രം ഉള്ളത്? അല്ല സാധാരണ പ്രൈവസി അല്ലേ, ഞാൻ തുറക്കാറില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് ഇത് സ്കൂളിലാണ് പഠിക്കപ്പെട്ടത്, ഒരുപാട് പെൺകുട്ടികളൊപ്പം ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തുറക്കാൻ തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോലീസ് കേസ് കൊടുക്കും. കാരണം പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പാരൻസിന് പ്രശ്നമാണ്. അതുകൊണ്ട് ഒന്നുകിൽ തുറന്നു തരാം, ഞങ്ങൾ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ പോലീസ് കേസ് കൊടുക്കും എന്ന് പറഞ്ഞു. ആ സമയത്താണ് അത് തുറക്കുന്നത്. തുറന്ന സമയത്ത് പറയാൻ പറ്റാത്ത തരത്തിലായിരുന്നു അവന് ഫോൺ ഉണ്ടായിരുന്നത്. പാരൻസിനെ വിളിച്ചു വരുത്തിയപ്പോഴാണ് പാരൻസ് സോറി പറയുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, ടീച്ചേഴ്സിന് ഇത്തരം സാഹചര്യങ്ങളിൽ ടീച്ചേഴ്സ് റോൾ എടുക്കില്ല. എടുത്തു കഴിഞ്ഞാൽ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അധ്യാപകർക്കെതിരെയാണ് എല്ലാ സാധനങ്ങളും വരുന്നത്, ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച്. അപ്പോൾ ബാലനീതി പോലെയുള്ള കുട്ടികളെ ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ അനിവാര്യമാണ്, എല്ലാം എന്നുള്ളതല്ല, പക്ഷെ അതിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. അധ്യാപകരുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ളതാണ് പ്രധാനം. എനിക്കൊന്ന് ഇവിടെ കുട്ടിയുടെ പ്രൊട്ടക്ഷൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് കുട്ടീനെ തീരെ വിഷമങ്ങൾ അറിയിപ്പിക്കാതിരിക്കുക, കുട്ടിയുടെ മെൻ്റൽ ഹാപ്പിനെസ്സിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു നിയമത്തിന് ചെയ്യാൻ കഴിയില്ല. ഒരു കുട്ടി ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു ബാഗിൽ എന്തെങ്കിലും കിട്ടുകൊണ്ടുവന്നു, അത് MDMA ആവാം, വേറെ ആൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫോണാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധങ്ങളാവാം. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആ ബാഗ് ചെക്ക് ചെയ്യാൻ അധ്യാപകന് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഉള്ളത്? ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. ബാക്കി 29 കുട്ടികളുടെ ക്ലാസ്സിലുണ്ട്. ഇവൻ എന്തെങ്കിലും എടുത്തിട്ട് ബാക്കിയുള്ളവരെ ആക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ്സ് പോലത്തെ സാധനങ്ങൾ വേറെയുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ആ കുട്ടിയെ കൺട്രോൾ, ചെറിയ കുട്ടിയാണ്, ആ കുട്ടികളെ കൺട്രോൾ ചെയ്യാനും അവരുടെ ബാഗിൽ എന്താ ഉള്ളത് നോക്കാനും അവരുടെ മൊബൈൽ ഫോണിൽ എന്താ ഉള്ളത് നോക്കാനും അതിൻ്റെ പാസ്വേഡ് പോലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അറിഞ്ഞാൽ നല്ലതാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അനുസരിച്ച് കറക്റ്റ് ചെയ്യാൻ
ചെയ്യാൻ പറ്റും. അല്ലെ കുട്ടി ഏത് ലെവലിലേക്കാണ് പോവുക അല്ലെ? അപ്പോൾ മാത്രമല്ല, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്ന് കേസാവുക, സൊസൈറ്റി മൊത്തം ഒരു പോക്സോ കേസ് എന്ന് വരുമ്പോഴത്തേക്കിന് ആളുകൾ ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ഇത്രയും വലിയ ഇയാൾ ഈ അധ്യാപകൻ കുടുങ്ങി, അപ്പൊ അധ്യാപകർക്ക് മൊത്തം അങ്ങനെ ഒരു ടാർഗറ്റ്. പിന്നെ മാത്രമല്ല, ഇതിലൊന്ന് നമ്മുടെ നിയമ സംവിധാനം വലിയൊരു ഘടകമാണ്. നമ്മൾ കുട്ടികളെ ചെറുതായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള നിയമം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അല്ലേ? 18 വയസ്സിന് മുമ്പ് നമ്മൾ ജുവനൈൽ എന്നാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അന്നുള്ള കുട്ടികളുടെ ആക്സസ് ആണോ ഇന്നത്തെ കുട്ടികൾക്കുള്ളത്? അന്നത്തെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ആണോ ഇന്നത്തെ കുട്ടികൾക്കുള്ളത്? ഇന്ന് മൊബൈൽ ഫോൺ വന്നതോടുകൂടെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് സ്വന്തം സഹപാഠിയെ കൊന്നത്. ഇനി കൊല്ലുന്നത് ആകസ്മികം എന്തോ തട്ടിപ്പോയെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഞാൻ അവനെ കൊല്ലും, നീ ഒന്ന് കണ്ടു നോക്കുക, അവന്റെ കണ്ണില്ല എന്നൊരു കുട്ടി അങ്ങനെ പറയണമെങ്കിൽ അവൻ മാത്രം വെല്ലുവിളി. എന്നിട്ട് അങ്ങനെ വെല്ലുവിളിച്ച് അവന് എന്താ പറയാ ആക്രമിച്ച് അവന്റെ കണ്ണ് നഷ്ടപ്പെടുത്തി അവന്റെ മസ്തിഷ്കത്തിന് ക്ഷതം സംഭവിച്ചിട്ടും അവനെ ജയിലിലായിട്ടില്ല, അവനെ പിടിച്ചിട്ട് ചോദ്യം ചോദിച്ച് പിടിച്ച് വിടുക ചെയ്തത്. അതാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് മൊബൈലും ഇങ്ങനത്തെ മൂവീസൊക്കെ ആക്സസ് ചെയ്തപ്പോൾ ഇവരുടെ തോട്ട് പ്രോസസ്സ് മാറിയിട്ടുണ്ട്. വലിയ ആൾക്കാർ ക്രിമിനൽ സ്വഭാവത്തിൽ ചിന്തിക്കുന്ന മക്കളുണ്ട്. അവരെന്നിട്ട് ജുവനൈലാണെന്നും പറഞ്ഞിട്ട് നമ്മൾ ശിക്ഷ കൊടുക്കാതെ അവരിങ്ങനെ തലോടി പുറത്ത് വിട്ടിട്ട് ഈ കുട്ടികളുടെ സ്വഭാവം ട്രീറ്റഡ് ആവുന്നില്ല. ഏതുപോലെയാണെന്നറിയോ, നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ട് പിന്നെ ആൾക്കാരെ കത്തിക്കുന്നതിന്റെ പേരിൽ അങ്ങനത്തെ നിയമം ഇപ്പോൾ പെട്രോൾ ആക്സസ് ആവാതിരിക്കാൻ വേണ്ടി ബോട്ടിൽ പെട്രോൾ കൊടുക്കാതെ നിയമപരമായിട്ട് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഒന്ന്, 10ാം ക്ലാസ്സിൽ തോറ്റിട്ട് ആത്മഹത്യ ചെയ്യുന്നത് പേടിച്ചിട്ട് തോൽവി നിർത്തി. രണ്ടാമത്തത്, കുപ്പിയിൽ പെട്രോൾ വാങ്ങിയിട്ട് ആളെ കത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുപ്പിയിൽ പെട്രോൾ വാങ്ങിക്കുന്നത് നിർത്തി. പിന്നെ ബസ്സിൽ ടൂർ പോകുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ബസ്സിന്റെ പെയിന്റ് മാറ്റി, വൈറ്റ് പെയിന്റ്. ഇതൊന്നും കൃത്യമായ സൊല്യൂഷൻ. നമ്മൾ ഒരു പ്രശ്നം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു കുട്ടി ഇങ്ങനെ ക്രിമിനൽ സ്വഭാവത്തിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി അതിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ആ കുട്ടീനെ തലോടി വിടലല്ല. ഒരാള് പെട്രോൾ ഒഴിച്ചിട്ട് വേറൊരാളെ പ്രണയം നിരസിക്കുമ്പോൾ പെട്രോൾ ഒഴിച്ചിട്ട് വേറൊരാളെ കത്തിക്കുന്നുണ്ടെങ്കിൽ ആ പെട്രോൾ കൊടുക്കുന്നതല്ല പ്രശ്നം. പെട്രോൾ വേണമെന്ന് വെച്ചാൽ കുട്ടി എങ്ങനെ ഇപ്പൊ ബോട്ടിലെ കിട്ടാത്തേ ഉള്ളൂ, കന്നാസിൽ വേണേൽ പോയി കൊടുത്തിട്ട് ചെയ്തൂടെ? അതല്ല അവിടുത്തെ മൂല കാരണം. അവിടുത്തെ ബേസിക് റൂട്ട് കോസ് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ട നമ്മുടെ നിയമ സംവിധാനം ഇപ്പോഴും കുട്ടിയായിട്ട് കാണുന്നു. പക്ഷെ കുട്ടിയുടെ മൈൻഡ് മാറിയത് അറിയുന്നില്ല. അവിടെ മനോനില വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അത്രയും ആക്സസ് ആണ് വൈൽഡ് ലോകം. മൂവീസിലൂടെ അവർ കാണുന്നത്, റീൽസിലൂടെ കാണുന്നത്, മൊബൈൽ ഫോണിലൂടെ കാണുന്നത്. ഫ്രീ ഫയർ പോലത്തെ വേറെ ആൾക്കാരെ ഇങ്ങനെ കൊന്ന് വൺ ആഫ്റ്റർ ദി അതർ 5 or 6 ആൾക്കാരെ വെട്ടിയിട്ടിട്ട് വിജയിക്കുന്ന മൈൻഡ് സെറ്റ് ഉണ്ടെന്ന കുട്ടികൾക്ക്. ഒരു നിരന്തരമായി നമ്മൾ മൊബൈലിൽ ഒരു സാധനം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഒരാളെ കൊന്നിങ്ങനെ ഗെയിമിൽ നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയൽ ലൈഫിൽ ഒരാളെ കൊല്ലുമ്പോൾ ഫീലിംഗ് ഉണ്ടാവില്ല. ബ്രെയിൻ വിൽ ബിക്കം യൂസ് ടു ഇറ്റ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പാരന്റ്സിന് പലപ്പോഴും പറ്റണില്ല കുട്ടികൾ ചെയ്യാൻ. ആൻഡ് ദെൻ നിയമ സംവിധാനങ്ങൾ പിന്നെ ആകെ സൊസൈറ്റി പറ്റില്ല. പിന്നെ ആകെ ഇത് ചെയ്യാൻ പറ്റുന്ന അധ്യാപകരാണ്. പക്ഷെ അധ്യാപകർക്ക് മൂക്കയറിട്ട്, അധ്യാപകർക്ക് രണ്ടാണ്. ഒന്ന് നിയമം മൂക്കയറിട്ടു, 2 രക്ഷിതാക്കൾ തന്നെ മൂക്കയറിട്ടു അല്ലെ? ചില അധ്യാപകർ തന്നെ സ്വയം മൂക്കയറിട്ട് ഞാനെന്തിനാ എനിക്ക് സാലറി എന്തായാലും കൊണ്ട് ഞാൻ വെറുതെ മാത്രം അങ്ങനെയുള്ള അധ്യാപകരാണ് കുട്ടികൾക്ക് ഇഷ്ടം. മറ്റേത് എന്താ വെച്ചാൽ അത് ഓരോ വിളിപ്പേരൊക്കെ ഇട്ടിട്ട് അവർ നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നു. അത് ഉപദേശിക്കുന്നവരെയും കുട്ടികൾക്ക് ഇഷ്ടമില്ല. അപ്പൊ ഉപദേശം എന്ന് പറയുന്നതിനെ ഓരോരോ ആസ്പെക്ട്സിലേക്ക് ആക്കി മാറ്റി. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നതിനും തന്ത വൈബ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്ത വൈബായാലും വേണ്ടില്ല, വല്യപ്പ വൈബായാലും. പിന്നെ രക്ഷിതാക്കളോട് എനിക്ക് പറയുന്നൊരു പോയിന്റ് അറിയാം. ഇതില് ഒരിക്കലും നമ്മൾ കുട്ടിയുടെ മുമ്പിൽ അധ്യാപകരെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരു കുട്ടിയുടെ മുമ്പിൽ അധ്യാപകർ തെറ്റുണ്ടെങ്കിൽ പാടില്ല. അധ്യാപകൻ എന്ന് പറയുന്നത് വേറൊരു റോളാണ്. അപ്പൊ അധ്യാപകൻ പറയുന്നതിൽ കാര്യമുണ്ടോ നോക്കുക. അധ്യാപകന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ പോലും കുട്ടിയുടെ മുമ്പിൽ നിന്ന് ചില രക്ഷിതാക്കള് കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഹാളാവാൻ വേണ്ടി അധ്യാപകനെ വിളിച്ചിട്ട് ചൂടാ, നിങ്ങൾ അങ്ങനെ ചെയ്ത് എൻ്റെ കുട്ടി ഇങ്ങനെ അങ്ങനെ ചൂടാക്കി ഈ കുട്ടിക്ക് അധ്യാപകനോട് എന്തെങ്കിലും റെസ്പെക്ട് ഉണ്ടാവുമോ? കുട്ടിക്ക് അധ്യാപകനോടും രക്ഷിതാക്കളോടും സ്നേഹം വേണം. അതിൻ്റെ അപ്പുറം അവർക്ക് ആദരവും റെസ്പെക്റ്റും ഒരു ലിമിറ്റ് വരെ ഭയവും വേണം. അതുണ്ടെങ്കിലേ ഇവർ തെറ്റുകളിൽ നിന്ന് മാറും. നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ കാലം? ഇപ്പോഴല്ലേ ചൈൽഡ് ലൈൻ പ്രൊട്ടക്ഷൻ. ഈ സ്വാതന്ത്ര്യം കൂടിയപ്പോൾ ഭയം വേണ്ട, എന്തും ചോദിക്കാം, എന്തും പറയാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഒരു മെന്റലി ഹാപ്പി ആക്കുക എന്നത് മാത്രം. മെന്റലി ഹാപ്പി ആക്കുക എന്നുള്ളത് പല രീതിയിൽ മെന്റലി ഹാപ്പി ആയിക്കൂടെ. MDMA എടുക്കുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ മെന്റൽ ഹാപ്പിനെസ്. ക്യാൻ വി സപ്പോർട്ട് ഇറ്റ്?
അല്ലെ? കുട്ടി ഒന്നും പറയാതെ കയറൂരി വിടുക, ഇറ്റ്സ് എ മെന്റൽ ഹാപ്പിനെസ്. ക്യാൻ യു സപ്പോർട്ട് ഇറ്റ്? ഇല്ല. തെറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിരുത്തുമ്പോൾ ആ കുട്ടിയുടെ മെന്റൽ ഹാപ്പിനെസ്സിനെ ബാധിക്കും. കുഴപ്പമില്ല, ആ കുട്ടി നന്നാവും, ആ കുട്ടി തിരിച്ചു വരും. കറക്റ്റ് ചെയ്യാത്ത സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് നമ്മൾ വീണ്ടും കേൾക്കേണ്ടി വരും. അപ്പൊ അധ്യാപകർക്കുള്ള മൂക്കുകയർ അഴിച്ചുവിടുക. ചില അധ്യാപകരൊക്കെ ഉണ്ടാകുക, അത് വളരെ കുറഞ്ഞത് എക്സെപ്ഷണൽ കേസാണ്. ഇറ്റ്സ് നോട്ട് എൻ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് 10ാം ക്ലാസ്, +1, +2 ആ മേഖല, ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻഡ് ഓഫിൻ്റെ ഒക്കെ സമയത്താകുമ്പോഴാണ് ഇവരുടെ രൂപത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ സെൻഡ് ഓഫിന് കഞ്ചാവ് വിൽക്കുന്ന ആളൊക്കെ പിടിച്ചു. എറണാകുളത്ത് ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ കഞ്ചാവ് വെച്ചിട്ട് കൊടുക്കുന്നു. MDMA ഗുളികേൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നു. താമരശ്ശേരി കൊലപാതകം സെൻഡ് ഓഫിന്റെ ശേഷം ഉണ്ടായ അടിപിടികളിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ അധ്യാപക റോള് തിരിച്ചു വരിക, അധ്യാപക റോൾ ഏറ്റെടുക്കുക, സമൂഹ റോൾ നൽകുക, ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ നൽകുക എന്നല്ലാതെ വേറെ സൊല്യൂഷൻ. യെസ്.